ഹായ്, നമ്മൾ ഇന്ന് പാർട്ട് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. കുറച്ച് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പറയും, ബാക്കി ക്വാളിറ്റേറ്റീവ് അനാലിസിസിന്റെ ഭാഗം നമ്മൾ അനലിറ്റിക്കൽ എന്തായാലും ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലോട്ട് വരും. അതിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അതിന്റെ എസ്റ്റിമേഷൻ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂമറിക്കൽസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യും. ശരി, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിയേ, methods used for purification of organic compounds are based on നമ്മൾ പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് ധാരാളം പഠിക്കുന്നുണ്ട്. ക്രിസ്റ്റലൈസേഷൻ, സബ്ലിമേഷൻ, ക്രോമറ്റോഗ്രാഫി, അല്ലെ, അതുപോലെ ഡിസ്റ്റിലേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു എല്ലാ മെത്തേഡിനും ഓരോ ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെ. ഞാൻ അതിനെ കുറിച്ച് പറയാം. സോ നമ്മളെ കോമ്പൗണ്ടിന്റെ നേച്ചറും ഡിപ്പെൻഡന്റ് ആണ്, ഇമ്പ്യൂരിറ്റിയുടെ നേച്ചറും ഡിപ്പെൻഡന്റ് ആണ് നമ്മുടെ പ്യൂരിഫിക്കേഷനിൽ, അല്ലെ. അങ്ങനെയാണെങ്കിൽ നേച്ചർ ഓഫ് ദ കോമ്പൗണ്ട്സ് ആൻഡ് പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. റെഡി? ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ചില മെത്തേഡുകൾ പ്രധാനമായിട്ടും നമുക്കറിയാം. ഞാൻ ഇവിടെ ഓരോന്ന് എഴുതാം മക്കളെ. നോക്കിയേ, ഡിസ്റ്റിലേഷൻ മെത്തേഡ് നമ്മൾ പഠിക്കുന്ന ഒരു മെത്തേഡാണ്. ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. വളരെ സിമിലർ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ നമ്മളവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റിലേഷൻ തന്നെ വ്യത്യസ്ത ടൈപ്പിലുണ്ട്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. ഇനി നമുക്കറിയുന്ന മറ്റൊരു ടെക്നിക്കാണ് ക്രിസ്റ്റലൈസേഷൻ. നോക്കിയ മക്കളെ, ക്രിസ്റ്റലൈസേഷൻ. സോ ക്രിസ്റ്റലൈസേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സോല്യൂബിലിറ്റി ആണ്. ഓക്കെ, സോല്യൂബിലിറ്റി ആണ്. ഒന്നെങ്കിൽ ഇമ്പ്യൂരിറ്റി സോല്യൂബിൾ ആയിരിക്കണം, അതായത് ചില സോൾവെന്റിൽ ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യും, സോല്യൂബിൾ ആകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സോൾവെന്റ് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും എന്തിനെ വേർതിരിച്ചെടുക്കും, ഓർഗാനിക് കോമ്പൗണ്ടിനെ വേർതിരിച്ചെടുക്കും. ശരി, അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ക്രോമറ്റോഗ്രാഫി ആണ്. ക്രോമറ്റോഗ്രാഫിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. റെഡി? അഡ്സോർപ്ഷൻ. ഓക്കെ, അഡ്സോർപ്ഷൻ ആണ്. നാലാമത്തെ ടെക്നിക്ക് നമുക്കറിയാം സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷന്റെ ബേസിക് ടെക്നിക്ക് എന്ന് പറയുന്നത് സബ്ലിമേബിൾ ആവാനുള്ള അഥവാ വോളറ്റൈലിറ്റി ആണ്. വോളറ്റൈലിറ്റി. റെഡി? ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഓരോന്നിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ഓരോന്നിന്റെയും എക്സാമ്പിൾ എന്താണ്. എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് നമുക്ക് ചെയ്തു നോക്കാം. നോക്കിയേ, ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. നോക്കിയാൽ മനസ്സിലാകും. ക്ലോറോഫോം ആൻഡ് അനിലിൻ, ബെൻസോയിക് ആസിഡ് ആൻഡ് നാഫ്തലിൻ, വാട്ടർ ആൻഡ് അനിലിൻ, നാഫ്തലിൻ ആൻഡ് സോഡിയം ക്ലോറൈഡ്. ധാരാളം പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുകളും തന്നിട്ടുണ്ട്. സോ അതിനു വേണ്ടി നമ്മൾ ഓരോന്നായിട്ട് മാച്ച് ചെയ്യാം. ശരി, നോക്കിയേ, ഇവിടെ ക്ലോറോഫോം ആൻഡ് അനിലിൻ, അല്ലെ, നമ്മൾ ഡിസ്റ്റിലേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ആ ഒരു എക്സാമ്പിൾ കാണാൻ വേണ്ടി പറ്റും. അത് ഏത് ഡിസ്റ്റിലേഷന് എക്സാമ്പിൾ ആണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണോ, അല്ലെങ്കിൽ നോർമൽ ഡിസ്റ്റിലേഷൻ ആണോ? അല്ലെ, ഇവരുടെ രണ്ടുപേരുടെയും ബോയിലിംഗ് പോയിന്റ് ഭയങ്കര ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നോർമൽ ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അഥവാ എ എന്ന് പറയുന്നത് 3 മാച്ച് ആവും. റെഡി? ഇനി ബെൻസോയിക് ആസിഡ് ആൻഡ് നാഫ്തലിൻ. ബെൻസോയിക് ആസിഡിന്റെയും നാഫ്തലിന്റെയും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലൈസേഷനിലെ എക്സാമ്പിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. വാട്ടർ ആൻഡ് അനിലിൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ എക്സാമ്പിൾ ആണ്. നാഫ്തലിൻ ആൻഡ് സോഡിയം ക്ലോറൈഡ് സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ്. A4 ആണ്, സോറി A3 ആണ്. A3 വരുന്നത് 3 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, ഈ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ബി എന്താണ്? B4 ആണ്. B4 ആണെങ്കിൽ ഓപ്ഷൻ 4 ഈസ് റൈറ്റ്. റെഡി? ദെൻ C1 ആണ്, D2 ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, നമ്മൾ ഓൾറെഡി അത് മാച്ച് ചെയ്തു. ശരി, അതിന്റെ എക്സാമ്പിൾസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻസ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് അത് പഠിക്കണം. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് വൺ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലസൈൻ ടെസ്റ്റ് എന്താണെന്നുള്ളത് പരിചയപ്പെടാം. ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഡിറ്റക്ഷൻ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് ആണ് ലസൈൻസ് ടെസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ലസൈൻ ടെസ്റ്റ്. റെഡി? നിങ്ങൾക്കറിയാം എന്താ ലസൈൻ ടെസ്റ്റ് എന്നുള്ളത്. ലസൈൻ ടെസ്റ്റിലൂടെ കിട്ടുന്ന ആ ഒരു സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്നാ പറയാ. അതിന്റെ മെത്തേഡ് ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.
ചെറിയ ട്യൂബ് ഉണ്ടാവും, വളരെ തിന്നായ ട്യൂബ്. അതിലോട്ട് നമ്മൾ സോഡിയം മെറ്റലിന്റെ ചെറിയ പീസ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ടിനെയും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ ചൂടാക്കും. നല്ല ഹീറ്റ് ചെയ്തിട്ട് നല്ല റെഡ് ഹോട്ട് ആയതിനു ശേഷം അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടും, ഡിസ്റ്റിൽഡ് വാട്ടറിലോട്ട് ഇടും. നന്നായിട്ട് നമ്മൾ അതിലുള്ള ഈ പറയുന്ന ട്യൂബൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്ത് നന്നായിട്ട് അതിൽ സോളിബിൾ ആക്കും. ദെൻ അതിന് നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന ആ ഒരു സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. മക്കളെ ആലോചിച്ച് വെക്കണേ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. റെഡി? ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡിറ്റക്ഷൻസും ചെയ്യുന്നത്. പ്രധാനമായിട്ടും ലസൈൻ ടെസ്റ്റ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഒന്ന് ഹാലജന്റെ ഡിറ്റക്ഷൻ ആണ്. ഒന്ന് ഹാലജൻ, 2 സൾഫർ, 3 നൈട്രജൻ. റെഡി? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹാലജൻ ഉണ്ടെന്ന് വിചാരിച്ചോ, ക്ലോറൈഡോ അല്ലെങ്കിൽ ക്ലോറിനോ ബ്രോമിനോ അയോഡിനോ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ പ്രോസസ് ഒക്കെ ചെയ്ത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആക്കി മാറ്റിയാൽ അതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക അറിയോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കറസ്പോണ്ടിങ് ഹാലൈഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഹാലൈഡ്. റെഡി? അതായത് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ബ്രോമൈഡ് അല്ലെങ്കിൽ സോഡിയം അയോഡൈഡ്. റെഡി? ഇനി സൾഫർ ഉണ്ടെന്ന് വിചാരിച്ചോ. സൾഫർ ഉണ്ടെങ്കിൽ അത് സോഡിയം സൾഫൈഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ആലോചിച്ച് നോക്കണേ, സോഡിയം സൾഫൈഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഈ നൈട്രജൻ ഉണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ അത് സോഡിയം സയനൈഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സയനൈഡ്. റെഡി? ഇനി കാർബണും ഉണ്ട്. സോറി, കാർബൺ ഓൾറെഡി ഉണ്ടാവുമല്ലോ, ഹൈഡ്രോ കാർബൺ ആണല്ലോ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾ നോക്ക്, അവിടെ ഈ പറയുന്ന എൻ്റെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജനും ഉണ്ട്, അതുപോലെ തന്നെ സൾഫറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് സോഡിയം തയോസൈനൈഡ് ആണ്. റെഡി? ഈ കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മക്കളെ എപ്പോഴും ഓർമ്മിച്ച് വെക്കണം. ഇനി എന്തിനാ നമ്മൾ ഇങ്ങനെ വലിയ ചെറിയ ട്യൂബൊക്കെ എടുത്തിട്ട് ചൂടാക്കി അല്ലെ ക്രഷ് ചെയ്ത് പിന്നെ ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? ചോദ്യമായിട്ട് വരാറുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓർഗാനിക് കോമ്പൗണ്ടിൽ നോർമലി ഉണ്ടാകുന്ന ബോണ്ട് എന്ന് പറയുന്നത് കോവലാന്റ് ബോണ്ടാണ്. ആ കോവലാന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അയോണിക് ബോണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്ത് ഓരോന്നിനെയും കറസ്പോണ്ടിങ് കോമ്പൗണ്ടുകളാക്കി മാറ്റുന്നത്. റെഡി? ഇതോടുകൂടി നമ്മളെ പ്രോസസ്സ് കഴിഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ ക്ലോറിൻ ഉണ്ടെങ്കിൽ അത് സോഡിയം ക്ലോറൈഡ് ആയിട്ട് ഉണ്ടാവുക. സൾഫർ ഉണ്ടെങ്കിൽ സോഡിയം സൾഫൈഡ് ആയിട്ടാണ് ഉണ്ടാവുക. നൈട്രജൻ ഉണ്ടെങ്കിൽ സോഡിയം സയനൈഡ് ആയിട്ടാണുള്ളത്. ഇനി നൈട്രജനും ഉണ്ട് സൾഫറും ഉണ്ടെങ്കിൽ അത് എന്തായിട്ടാണ് ഉണ്ടാവുക? സോഡിയം തയോസൈനൈഡ് ആണ് ഉണ്ടാവുക. റെഡി? ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി പഠിച്ചു വെക്കണം. ഇനി ഹാലോജൻസിനെ നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക മക്കളെ? നോക്കിയേ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത് ആലോചിച്ച് വെക്കണം, ഓർമ്മിച്ച് വെക്കണം. വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഹാലോജൻസിനെ നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യും? ഹാലോജൻസിൽ ഒന്നെങ്കിൽ അതെന്താവാം, ക്ലോറിൻ ആവാം, അല്ലെങ്കിൽ ബ്രോമിൻ ആവാം, അല്ലെങ്കിൽ അയോഡിൻ ആവാം. ഈ പറഞ്ഞിരിക്കുന്ന സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടല്ലോ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്, ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടറോട് നമ്മൾ ഇച്ചിരി HNO3 ആഡ് ചെയ്തിട്ട് അസിഡിഫൈ ചെയ്യും. അതെന്തിനാ അസിഡിഫൈ ചെയ്യുന്നുള്ളത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. അസിഡിഫൈ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ AgNO3 നമ്മൾ ആഡ് ചെയ്യും. ആരെ ആഡ് ചെയ്യും മക്കളെ? AgNO3 ആഡ് ചെയ്യും. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ക്ലോറൈഡ് ആണ്. അതായത് അവിടെ ഫോം ചെയ്യുന്നത് AgCl ആണ്. ഈ AgCl ആയിരിക്കും അവിടുത്തെ എന്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ് Cl-. റെഡി? നിങ്ങൾ നേരത്തെ എടുത്തിരിക്കുന്ന സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലോട്ട് നിങ്ങൾ AgNO3 ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഒന്നും കിട്ടിയില്ല. മറിച്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് വിചാരിച്ചോ. പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് AgBr സിൽവർ ബ്രോമൈഡ് ആണ്. റെഡി? പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ സിൽവർ ബ്രോമൈഡ് ആണ്. സോ ബ്രോമൈഡിന്റെ പ്രസൻസ് ആണ് അത് കാണിക്കുന്നത്. ഇനി നിങ്ങൾ ആഡ് ചെയ്തപ്പോൾ
സെയിം ഇതിലോട്ട് AgNO3 നിങ്ങൾ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ല യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അവിടെ ഫോം ചെയ്തിരിക്കുന്നത് AgI സിൽവർ അയോഡൈഡ് ആണ്. അതിന്റെ പ്രസിപ്പിറ്റേറ്റിന്റെ കളറാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? യെല്ലോ എന്ന് പറയുന്നത്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അയോഡൈഡിന്റെ കൺഫോർമേഷൻ. റെഡി? ഇത്രയും കാര്യങ്ങളാണ് ഹാലോജൻസിൽ നിങ്ങൾ പഠിക്കേണ്ടത്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അത് ക്ലോറൈഡ് ആണ്. ആ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് AgCl ആണ്. ഇനി പേൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അത് ബ്രോമൈഡ് ആണ്. ആ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് AgBr ആണ്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അത് AgI ആണ്. അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് AgI ആണ്. സോറി, അയോഡൈഡ് ആണെങ്കിൽ അയോഡൈഡ് ആയിട്ട്, അതായത് AgI ആയിട്ട് അവിടെ എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഈ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, റെഡി? ഇനി ഇപ്പൊ ഹാലജൻസിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി ആരൊക്കെ പറയാണ്ട്? സൾഫൈഡും പറയാണ്ട്, അതുപോലെ സയനൈഡും നമുക്ക് പറയാണ്ട്. മക്കളെ, സൾഫൈഡിന്റെ കേസിൽ നോക്കണേ, ഞാൻ സൾഫറിനെ പറയാം. സൾഫറിന്റെ കേസ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതുപോലെ എൻ്റെ കയ്യിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ട്. അതിലോട്ട് ഞാൻ ലേശം എന്താ ചെയ്യണം? CH3COH, ഒരു മൈൽഡ് ആസിഡ് ആണ്, അസറ്റിക് ആസിഡ്. റെഡി? സൾഫൈഡിന്റെ സൾഫർ എങ്ങനെ വരിക? സൾഫൈഡ് ആയിട്ടാണ് വരിക. സൾഫൈഡ് ഉണ്ടെങ്കിലുള്ള കേസുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ലേശം ലെഡ് അസറ്റേറ്റ് നമ്മൾ ആഡ് ചെയ്യുക. ലെഡ് അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH3COO ട്വൈസ് PB. ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യാം. അവിടെ ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുമെങ്കിൽ ഇറ്റ് ഈസ് എ കൺഫർമേഷൻ ഓഫ് സൾഫൈഡ്. ഈ PBS ലെഡ് സൾഫൈഡ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കളറ് ബ്ലാക്ക് ആണ്. റെഡി? ഇതൊരു ടെസ്റ്റാ മക്കളെ. ഒന്നാമത്തെ ടെസ്റ്റ് ആണ്. 2 ടെസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റ് ശ്രദ്ധിച്ചോ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇതിൽ സൾഫൈഡ് ഉണ്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ എന്തുണ്ട്? സൾഫൈഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. സൾഫൈഡ് ഉണ്ട്. അതിലോട്ട് സോഡിയം നൈട്രോപ്രിസൈഡ് നമ്മൾ ആഡ് ചെയ്യാം. സോഡിയം നൈട്രോപ്രിസൈഡ് FeCN5 ടൈംസ് NO. ഇതാണ് നമ്മൾ പറയുന്ന സോഡിയം നൈട്രോപ്രിസൈഡ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വയലറ്റ് കളറുള്ള ഒരു പ്രസിപ്പിറ്റേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞത്? വയലറ്റ് കളറുള്ള ഒരു പ്രസിപ്പിറ്റേഷൻ. ആ കോമ്പൗണ്ട് കെമിക്കൽ ഫോർമുല Na4 FeCN5 ടൈംസ് NO. റെഡി? സോറി, NO അല്ല, NOS ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിന്റെ കളറ് വയലറ്റ് ആണ്, മറന്നു പോകരുത്. റെഡി? ഇയാളെ പേര് സോഡിയം നൈട്രോപ്രിസൈഡ്. സോഡിയം നൈട്രോപ്രിസൈഡ്. ഓക്കെ, കളർ പഠിച്ചു വെക്കുക, കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല പഠിച്ചു വെക്കുക. ഇതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ ചാപ്റ്റർ എന്നല്ല, അനലിറ്റിക്കലിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം. ശരി, നമ്മളിപ്പം നിലവിൽ ഹാലജന്റ് പറഞ്ഞു, സൾഫറിന്റെ പറഞ്ഞു, നൈട്രജന്റും കൂടെ ഞാൻ പറയാം. നോക്കിയേ, നൈട്രജൻ പ്രസന്റ് ആണെങ്കിൽ നമുക്കറിയാം അത് സോഡിയം സയനൈഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ സോഡിയം സയനൈഡിലോട്ട് നിങ്ങൾ FeSO4 ആഡ് ചെയ്യുക, പ്ലസ് ലേശം എന്താ ആഡ് ചെയ്യുക? H2SO4 ആഡ് ചെയ്യുക. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രഷ്യൻ ബ്ലൂ കോംപ്ലക്സ് കിട്ടും. പ്രഷ്യൻ ബ്ലൂ കോംപ്ലക്സ്. ആ പ്രഷ്യൻ ബ്ലൂ കോംപ്ലക്സിന്റെ കെമിക്കൽ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇവിടെയും നിങ്ങൾ പഠിക്കും, കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കും. റെഡി? അതിന്റെ കെമിക്കൽ ഫോർമുല FeCN6 ടൈംസ് ട്രൈസ്. റെഡി? ഇതാണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല. ഇതിന്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം മക്കളെ. ഫെറോസയനൈഡ്. റെഡി? ഫെറോസയനൈഡ്. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഫെറി എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ Fe എന്ന് പറയുന്നത് +3ഉം ഉള്ളിലുള്ള Fe എന്താണ്? +2 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സെറ്റ് കണ്ടെത്താം. റെഡി? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ ഇവിടുന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്.
കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ശരി, അപ്പൊ നമ്മൾ മൂന്നിന്റെയും എസ്റ്റിമേഷൻ പറഞ്ഞു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിലോട്ട് വരാം. നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട്. നോക്കാം. നൈട്രജൻ, അതുപോലെ സൾഫർ, ഒന്നുകിൽ അത് യൂസ് ചെയ്യുന്ന റിയേജന്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏത് ഓരോ കളർ നമ്മൾ പറഞ്ഞല്ലോ, ആ കളറിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ കെമിക്കൽ ഫോർമുലയാണ് ഇവിടെ കൊടുത്തത്. നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, ഹാലജൻ. നമ്മൾ ഓൾറെഡി നൈട്രജനും സൾഫറും ഹാലജനും ഒക്കെ പറഞ്ഞതാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ അവിടെ AgNO3 ഉണ്ട് അല്ലെ, ഹാലുജൻ ഉണ്ട്. നമുക്കറിയാം ഹാലുജൻസിന്റെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, AgNO3 എന്ന് പറയുന്നത്. ഓക്കെ, ഡി നമുക്ക് 2 മാച്ച് ചെയ്യാം. നൈട്രജൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളൂ അല്ലെ, പ്രഷ്യൻ ബ്ലൂ കളറിൽ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് അതേതാണ്, ഇതാ Fe4, അതായത് ഫെറോ സയനൈഡ്. നമ്മളിപ്പോ പറഞ്ഞു വെച്ചു അല്ലെ. റെഡി? നോക്കിയേ, ഇതാ ഈ പറഞ്ഞ കോമ്പൗണ്ട് ആണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. ശരി, നോക്കാം. അടുത്തത് സൾഫറിന്റെ കേസൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു അല്ലെ. സൾഫറിന്റെ ഒരു ടെസ്റ്റ് ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ ടെസ്റ്റ് വരുന്നത് നൈട്രജൻ സോഡിയം നൈട്രോപ്രൊസൈഡ് ആഡ് ചെയ്തിട്ടാണ്. അതിന്റെ കെമിക്കൽ ഫോർമുലയല്ലേ ഇവിടെ നമ്മൾ കാണുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബി എന്ന് പറയുന്നത് 1 മാർക്ക് ചെയ്യാം. ദെൻ സി എന്ന് പറയുന്നത് അവിടെ അമോണിയം മോളിബ്നേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ അത് റെഫർ ചെയ്യണം. റെഡി? അതൊന്ന് ഇൻസ്റ്റന്റ് നോക്കിയാൽ മതി. ശരി, നോക്കി. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തിലോട്ടാണ് മാച്ച് ആവുന്നത് മക്കളെ? A3 മാച്ച് ആവുന്നത്. A3 മാച്ച് ആവുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. A3 മാച്ച് ആവുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ. ബി എന്തിലോട്ടാ മാച്ച് ആവുന്നത്? B1 മാച്ച് ആവുന്നത്. ഇതാ സി എന്തിലോട്ടാ മാച്ച് ആവുന്നത്? C4 മാച്ച് ആവുന്നത്. റെഡി? ഡി എന്തിലോട്ടാ മാച്ച് ആവുന്നത്? D2 മാച്ച് ആവുന്നത്. സോ ഓപ്ഷൻ 1 ഈസ് റൈറ്റ്. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. നോക്കിയേ, ഇൻ ദ ഗിവൺ TLC അല്ലെ, TLC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി ആണ്. അതിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് പ്ലേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് TLC എന്നുള്ളത്. The distance of spot A and B are 5 cm and 7 cm from the bottom of the TLC plate respectively. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന TLC പ്ലേറ്റ്. അതില് എ അല്ലെ, ബോട്ടത്തിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കണേ, ഈ ബോട്ടത്തിൽ നിന്നും ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അതുപോലെ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ട്. ബോട്ടത്തിൽ നിന്നും ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് RF വാല്യൂ ഓഫ് റിട്ടൻഷൻ ഫാക്ടർ ഓഫ് ബി ഈസ് x into 10⁻⁻1 times more than A. The value of x is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡി? നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ഇവിടെ എഴുതാം. എന്താണ് റിട്ടൻഷൻ ഫാക്ടർ? RF is equal to distance traveled by substance divided by distance traveled by solvent ആണ് അല്ലേ. നമ്മൾ ഇതിന്റെ സെറ്റപ്പ് ഒക്കെ പറയാറുണ്ട്. അതായത് ഇതൊരു TLC പ്ലേറ്റ് ആണ്, ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. നമ്മൾ തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മുകളിലായിട്ട് നമ്മൾ അഡ്സോർബേറ്റ് ആയിട്ട് നമ്മൾ സിലിക്ക ജെല്ല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് ഇവിടെ സ്പോട്ട് ചെയ്യും. അതിനനുസരിച്ച് അതിൽ നിന്നും സെപ്പറേഷൻ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതില് RF വാല്യൂ ഓഫ് B ഈസ് x into 10⁻⁻1 times more than A. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ വാല്യൂ ആണ്. ശരി, നമുക്കിവിടെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, എന്റെയും ബിന്റെയും റിട്ടൻഷൻ ഫാക്ടർ കണ്ടെത്താം. ഓക്കെ, RF ഓഫ് നോക്കണേ, RF ഓഫ് A ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സബ്സ്റ്റൻസ്. എ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്? താഴെ മുതൽ മുകളിലോട്ട് 5 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഇവിടെ ബോട്ടത്തിൽ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അപ്പം ആക്ച്വലി നമ്മുടെ സബ്സ്റ്റൻസ് ട്രാവൽ ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് 5-ൽ നിന്നും 1 കുറച്ചത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ 4 നമ്മളെ സോൾവെന്റ് എവിടെ വരെ പോയിട്ടുണ്ട്? സോൾവെന്റ് ഫോണ്ട് ഇവിടെ വരെ ഉണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? റെഡി? മുകളിൽ 1 സെന്റിമീറ്റർ കുറവാണ്, താഴെയും 1 സെന്റിമീറ്റർ കുറവാണ്. ടോട്ടൽ 10 ആണ്. മുകളിൽ 1 സെന്റിമീറ്റർ പോയി, താഴെ 1 സെന്റിമീറ്റർ പോയി, ടോട്ടൽ 2 സെന്റിമീറ്റർ പോയി കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 ആണ്. റെഡി?
ഇതുപോലെ എനിക്ക് റിട്ടൻഷൻ ഫാക്ടർ ഓഫ് ബി കണ്ടെത്തിക്കൂടെ? നിങ്ങൾ പറ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ബി എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ 7 ആണ് പറഞ്ഞത്. 1 താഴെ പോയാൽ 6/8. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് RF വാല്യൂ ഓഫ് ബി ഈസ് x into 10⁻⁻1 ടൈംസ് മോർ ദാൻ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ റേഷ്യോ എടുക്കാം. റിട്ടൻഷൻ ഫാക്ടർ ഓഫ് ബി ബൈ റിട്ടൻഷൻ ഫാക്ടർ ഓഫ് എ. ഇറ്റ് ഈസ് ഈക്വൽ ടു റിട്ടൻഷൻ ഫാക്ടർ ഓഫ് ബി എന്ന് പറയുമ്പം 6/8 ഇൻറ്റു റിട്ടൻഷൻ ഫാക്ടർ ഓഫ് ബൈ റിട്ടൻഷൻ ഫാക്ടർ ഓഫ് എ എന്ന് പറയുമ്പം ശരിക്കും വരേണ്ടത് അല്ലേ ബൈ 4/8 ആണ്. അഥവാ അതെന്തായിട്ട് വരും? 8/4 ആയിട്ട് വരും. സിമ്പിൾ. ഈ 8 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 6/4 എന്ന് പറഞ്ഞാൽ 3/2 ദാറ്റ്സ് ഈക്വൽ ടു 3/2 എന്ന് വരും അല്ലേ? 3/2 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കത് 1.5 ആക്കി എഴുതാം. ഓക്കെ, സി ഞാൻ ആ റേഷ്യോ ഒന്നും കൂടെ ഞാൻ അടുത്ത പേജിലോട്ട് എടുത്ത് എഴുതാം. റിട്ടൻഷൻ ഫാക്ടർ ഓഫ് ബി ബൈ റിട്ടൻഷൻ ഫാക്ടർ ഓഫ് എ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.5 ആണ്. ഇൻറ്റു അല്ലെങ്കിൽ നമുക്ക് എക്സ് ഇൻറ്റു 10⁻⁻1 പവറിലാണ് കിട്ടേണ്ടത്. ഇതിനൊന്നെങ്കിൽ ഞാൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടൻഷൻ ഫാക്ടർ ഓഫ് ബി ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് ഓഫ് റിട്ടൻഷൻ ഫാക്ടർ ഓഫ് എ എന്ന് കിട്ടൂലേ? കിട്ടും. നമുക്ക് വേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 10⁻⁻1 പവറിലാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ 15 ഇൻറ്റു 10⁻⁻1 ടൈംസ് ഓഫ് റിട്ടൻഷൻ ഫാക്ടർ ഓഫ് എ എന്ന് എഴുതാൻ വേണ്ടി പറ്റൂലേ? പറ്റും. സോ അവർ ആൻസർ ഈസ്, നമ്മുടെ ആൻസർ എന്ത് വരും? 15 എന്ന് വരും. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്തില്ല? ഓപ്ഷൻസ് ഇല്ല. ഇത് ജെയ്ക്ക് ചോദിച്ചത് കൊണ്ടാണ് ഓപ്ഷൻസ് ഇല്ലാത്തത്. ഓക്കെ, 2024 ഏപ്രിൽ 9 ഈവനിങ് ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഞാൻ അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാം. നോക്കിയേ, ഇതാ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് വൈ, നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞേ നേരത്തെ. വിത്ത് CHCl3 ആൻഡ് ക്ലോറിൻ വാട്ടർ ഗീവ്സ് വയലറ്റ് കളർ ടു ദ CHCl3 ലെയർ. 0.15 gram of Y gave 0.12 gram of the silver halide. Precipitate in Carius method percentage of halogen in the compound Y is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നുമല്ല. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ആ ട്വിസ്റ്റ് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്താൽ മതി. അതിനു മുമ്പ് ഈ കേരിയസ് മെത്തേഡ് നമ്മൾ പ്രധാനമായിട്ടും ഹാലജന്റെ എസ്റ്റിമേഷനാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണ്, ആ എസ്റ്റിമേഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ അതിലൊരു ഐഡിയ ഉണ്ടാവണ്ടേ? വേണം. അതൊന്ന് ഞാൻ തരാം. നോക്കിയേ, നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻസ്, അത് ക്ലോറൈഡ് ആവട്ടെ, ബ്രോമൈഡ് ആവട്ടെ, അയോഡൈഡ് ആവട്ടെ, ഇതൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് സിൽവർ ക്ലോറൈഡിൽ നിന്നാണ്. ക്ലോറൈഡിന്റെ എസ്റ്റിമേഷൻ നടത്തുന്നത് ബ്രോമൈഡിന് സിൽവർ ബ്രോമൈഡിൽ നിന്നാണ്. അയോഡൈഡിന് സിൽവർ അയോഡൈഡിൽ നിന്നാണ്. നമുക്കറിയാം കോമൺ ആയ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലോറിന്റെ മാസ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ, ഇറ്റ് ഈസ് ഈക്വൽ ടു ക്ലോറിന്റെ മാസ് 35.5 ഡിവൈഡഡ് ബൈ AgClന്റെ മാസ് എത്ര മക്കളെ? സിൽവറിന്റെ മാസ് നമുക്കറിയാം 108 ആണ് അല്ലേ? ക്ലോറിന്റെ മാസ് എത്രയാണ്? ക്ലോറിന്റെ മാസ് നമ്മൾ എഴുതി 35.5 ആണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 143.5 കിട്ടും. ഇൻറ്റു മാസ് ഓഫ് AgCl ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇത് ചെയ്താൽ മതി. ഇതേപോലെ തന്നെയാണ് ബാക്കി. ഇപ്പം നമ്മൾ ബ്രോമൈഡിലോട്ട് വരികയാണെങ്കിൽ AgBr ആവട്ടെ. പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ഈസ് ഈക്വൽ ടു, ബ്രോമിന്റെ മാസ് എത്രയാടാ? അത് 80 ആണ്. ഡിവൈഡഡ് ബൈ 188 ഇൻറ്റു മാസ് ഓഫ് AgBr ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇതെങ്ങനെ ഇവിടെ 188 ആയത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു 108 ആണ് സിൽവറിന്റെ മാസ്. ടോട്ടൽ AgBrന്റെ മാസ് എത്രയായിരിക്കും അപ്പം അല്ലേ? 108ന്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? 88 ആഡ് ചെയ്യണം. 80 ആഡ് ചെയ്യണം. ഇനി ഇതുപോലെ അപ്പൊ നമുക്കറിയാം AgCl ആയി AgBr ആയി. അയോഡിൻ എവിടുന്ന് നമ്മൾ അപ്പം അയോഡിൻ നമ്മൾ എവിടുന്നായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യുക? അത് Ag എന്നായിരിക്കും. പെർസെൻറ്റേജ് ഓഫ് അയോഡിൻ ഈക്വൽ ടു, അയോഡിന്റെ മാസ് എത്ര മക്കളെ?
127 ഡിവൈഡഡ് ബൈ AgIയുടെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 235 ഇൻറ്റു മാസ് ഓഫ് AgI ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. റെഡി? ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഓൾറെഡി ക്ലോറിൻ്റെ മാസൊക്കെ നമുക്ക് അറിയാൻ മതിയാകും. ക്ലോറിൻ എന്ന് പറയുന്നത് 35.5 ആണ്. സിൽവറിൻ്റെ മാസ് എന്ന് പറയുന്നത് 108 ആണ്. ബ്രോമിൻ്റെ മാസ് എന്ന് പറയുന്നത് 80 ആണ്. അയോഡിൻ്റെ മാസ് എന്ന് പറയുന്നത് 127 ആണ്. ഇത് നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്യണം. റെഡി? പല ഭാഗത്ത് നമ്മൾ ഇത് ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ക്വസ്റ്റിലോട്ട് വരാം. ഓക്കെ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, അതിലോട്ട് ഞാൻ CHCl3 ആഡ് ചെയ്തപ്പോൾ ആൻഡ് ക്ലോറിൻ വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഗീവ്സ് എന്ത് കിട്ടി? വയലറ്റ് കളർ ഓഫ് ദ CHCl3 ലെയർ കിട്ടി. ഈ ലെയർ നമ്മൾ അയോഡോഫോം ടെസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ പറയുന്നതാണ്. വയലറ്റ് കളർ ആണെങ്കിൽ അത് അയോഡിൻ ആണ്. റെഡി? അപ്പൊ നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞ പെർസെൻറ്റേജ് ഓഫ് ഹാലജൻ എന്ന് പറഞ്ഞാൽ ഹാലജൻ അയോഡിൻ ആണെങ്കിൽ നമ്മൾ കാണേണ്ടത് പെർസെൻറ്റേജ് ഓഫ് എന്ത് കാണണം? അയോഡിൻ ഈക്വൽ ടു ദ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ അല്ലേ? 127 ഡിവൈഡഡ് ബൈ 235 ഇൻറ്റു മാസ് ഓഫ് AgI. അതാണല്ലോ സിൽവർ ഹാലൈഡ് ആയിട്ട് വരിക. റെഡി? ഇതാ ഇവിടെ സിൽവർ ഹാലൈഡ് കൊടുത്തിട്ടുണ്ട്. ആ സിൽവർ ഹാലജൻ ഏതാ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ സിൽവർ ഹാലൈഡ് എന്ന് പറയുന്നത് AgI ആയിരിക്കും ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. നോക്കൂ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യം 0.12 ഓഫ് സിൽവർ ഹാലൈഡ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് മാസ് എത്രയാടാ? 0.15 ഓഫ് വൈ എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്ന് ക്വസ്റ്റനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഗിവൺ ആണ്, വളരെ ഈസിയാണ്. നമ്മളെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 127 ഡിവൈഡഡ് ബൈ 235 ഇൻറ്റു മാസ് ഓഫ് AgI എന്ന് പറയുന്നത് 0.12 ഡിവൈഡഡ് ബൈ 0.15 ഇൻറ്റു 100 മറന്നു പോകരുത്. റെഡി? ഇൻറ്റു 100 ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ വേഗം വേഗം ക്യാൻസൽ ചെയ്ത് നമ്മൾ ഒഴിവാക്കുക. നമുക്കറിയാം ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? 4/5 എന്ന് എഴുതാം അല്ലേ? അങ്ങനെ നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 42% നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഞാൻ കംപ്ലീറ്റ് ഇതിന്റെ ന്യൂമറിക്കൽ പാർട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. റെഡി? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. സെയിം വേ, മാറ്റങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നോക്കാം. കാരിയസ് മെത്തേഡ് നോക്ക്. 0.2525 gram ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഗേവ് 0.5253 സിൽവർ ക്ലോറൈഡ്. ദ പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ അല്ലെ? വേഗത്തിൽ ഇക്വേഷൻ ഇരിക്കുക. എന്താ വേണ്ടത്? പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ ഈക്വൽ ടു 35.5 ഡിവൈഡഡ് ബൈ 35.5 ആകുമ്പോൾ 143/5 അല്ലെ? AgCl മാസാണ് എഴുതേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു മാസ് ഓഫ് AgCl ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. വേഗത്തിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഇവിടെ മാസ് ഓഫ് AgCl എന്ന് പറയുന്നത് 0.5253 ആണ്. ദെൻ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് 0.2425 ആണ്. ഡയറക്റ്റ് കൊടുക്കാം. 35.5 ഡിവൈഡഡ് ബൈ 143.5 ഇൻറ്റു 0.5253 ഡിവൈഡഡ് ബൈ 0.2425 ഇൻറ്റു 100. റെഡി? നമ്മുടെ ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അപ്രോക്സിമേഷൻ ഒക്കെ നടത്താം. എടാ, ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം 2 ആവൂലേ? അപ്രോക്സിമേറ്റ്ലി ദിസ് ഈസ് 2 അല്ലേ വരിക? റെഡി? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്. അപ്പോൾ ഇത് 2 ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇതാ. ഇനി ഇതാ ഈ പാർട്ട് അപ്രോക്സിമേറ്റ്ലി 1/4 അല്ലേ വരിക? ഇവിടെ 1ഉം താഴെ 4ഉം വരൂലേ? അപ്പൊ 1/4 ഇൻറ്റു 2 ഇൻറ്റു 100 അഥവാ 200 ഡിവൈഡഡ് ബൈ 4 അപ്രോക്സിമേറ്റ്ലി 50% നമുക്ക് വരും. അപ്രോക്സിമേറ്റ്ലി 50%. ഓപ്ഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പിക്ക് ചെയ്യാം. ആ 50യോട് അടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 53.58 ആണ്. റെഡി? അടുത്തിലോട്ട് വരാം അല്ലെ? ഇൻ ഡുമാൻസ് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. മക്കളെ, നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ 2 മെത്തേഡാണ് പ്രധാനമായിട്ടും നമ്മൾ പറയാറുള്ളത്. ഒന്ന് ഡുമാൻസ് മെത്തേഡും മറ്റൊന്ന് ജെൽദാൽസ് മെത്തേഡും. ഡുമാൻസ് മെത്തേഡ് നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസിൽ നിന്നാണ്.
ജൽദാൽസ് മെത്തേഡിൽ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അമോണിയയിൽ നിന്നാണ്. ശരി. 0.5 gram of organic compound gave 70 ml of nitrogen collected at 300 Kelvin and 715 millimeter pressure. The percentage of nitrogen in the organic compound is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡുമാൻസ് മെത്തേഡ് ബേസ്ഡ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 22,400 ഇൻറ്റു volume of N2 at STP divided by mass of organic compound into 100. റെഡി. ഇവിടെ പലപ്പോഴായിട്ടും വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP തരാറില്ല. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ട ഇക്വേഷൻ P1V1 by T1 into 273 divided by 760. ഇതാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂസ് ഒക്കെ നോക്കാം. നോക്കിയേ, ഇവിടെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് എത്രയാടാ നോക്ക്, 0.5 gram ആണ്. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈക്വൽ ടു 0.5 gram. Then വോളിയം V1 ഈക്വൽ ടു 70 ml. നമുക്ക് കണ്ടെത്തേണ്ട വോളിയം മറ്റേ STP ആണ്. STP അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടെമ്പറേച്ചർ T1 ഈക്വൽ ടു തന്നിട്ടുണ്ട്. എത്രയാടാ 300 Kelvin ആണ്. ദെൻ പ്രഷർ നമ്മൾ കണ്ടെത്തേണ്ടത് തന്നിരിക്കുന്ന പ്രഷറിന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, അക്വസ് ടെൻഷന്റെ പ്രഷർ മൈനസ് ചെയ്യണം. അപ്പം 715 മൈനസ് 15 ഇറ്റ് ഈസ് ഈക്വൽ ടു 700. റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം കണ്ടെത്തിക്കൂടെ? വോളിയം ഓഫ് N2 അറ്റ് STP P1 എന്ന് പറയുന്നത് 700 ആണ്. ഇൻറ്റു V1 എന്ന് പറയുന്നത് 7 ml ആണ്. ഇൻറ്റു 273 ഡിവൈഡഡ് ബൈ T1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാടാ? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 Kelvin ആണ്. ഇൻറ്റു 760. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് 0 ഒക്കെ ക്യാൻസൽ ചെയ്യാം. ഈ 0 0 0 0 ഒക്കെ ക്യാൻസൽ ചെയ്യാം. ദെൻ ഈ 3 ഇവിടെ അല്ലേ 9 times 1 ഇതൊക്കെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. വോളിയം 60 ml എന്ന് കിട്ടും. റെഡി. ഈ 60 എടുത്തിട്ട് നമ്മൾ എവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടെത്തണം. ശരി, ഞാൻ അടുത്തൊരു പേജിലോട്ട് വരാം. നോക്കിയേ, പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ. ഞാൻ ഇക്വേഷൻ വീണ്ടും എഴുതുന്നില്ല. അവിടെ 28/22400 ഇൻറ്റു വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP 600 ഡിവൈഡഡ് ബൈ വോളിയം മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ദാറ്റ്സ് ഈക്വൽ ടു 0.5 ഇൻറ്റു 100. വളരെ സിമ്പിളായിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നോക്കിയേ, ഇവിടെ നമുക്കറിയാം 28 ഡിവൈഡഡ് ബൈ 22400 ഇൻറ്റു 120 ഇൻറ്റു 100. 0 0 ക്യാൻസൽ ചെയ്തു. ദെൻ ബാക്കി ഉണ്ടാവുക 28 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 224 അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 40.64 കിട്ടും. ഓക്കെ, ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ വേണേൽ കട്ട് ചെയ്യാം. ഇവിടെ പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 11 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 കൊടുക്കാം അല്ലേ? എഗെയിൻ നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്യാം. 5 56 ആണെങ്കിൽ ഇവിടെ 30 വരും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഞാൻ എഴുതിയിരിക്കുന്നത് 14.64% ആയിരിക്കും. ഓപ്ഷൻ ഇല്ലാത്തത് ജെയിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 14.64% ആയിരിക്കും. റെഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. when 1 gram of compound X is subjected to ജൽദാൽസ് മെത്തേഡ് പറഞ്ഞിരിക്കുന്നത്. എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ 15 ml of എന്തുണ്ട്? 1 molar H2SO4 ഉണ്ട്. was neutralized by ammonia evolved. the percentage of nitrogen in compound. ജൽദാൽസ് മെത്തേഡിൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ മക്കളെ പഠിച്ചു വെക്കണം. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു 1.4 ഇൻറ്റു നോർമാലിറ്റി ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് യൂസ്ഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഡയറക്റ്റ് ആണ്, പെട്ടെന്ന് കഴിയും. നോക്കിയേ, ഇവിടെ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണടാ? 1 gram ആണ് അല്ലേ? 1 gram. റെഡി.
ദെൻ നോർമാലിറ്റി തന്നിട്ടില്ല, പകരം മൊളാരിറ്റി തന്നിട്ടുണ്ട്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു എൻ ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി ആണ്. സോ എൻ എന്ന് പറയുന്നത് H2SO4 ആയതുകൊണ്ട് അല്ലേ നിങ്ങൾക്കറിയാം അത് 2 ആണ്. 2 ഇൻറ്റു മൊളാരിറ്റി 1 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2. വോളിയം ഓഫ് ആസിഡ് യൂസ്ഡ് 50 ml ആണ് അല്ലേ. വോളിയം ഓഫ് ആസിഡ് യൂസ്ഡ് 50 ml. നേരിട്ട് കൊടുത്തോ. കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 1.4 ഇൻറ്റു നോർമാലിറ്റി 2 ആണ്. 2 ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് യൂസ്ഡ് 15 ml ആണ്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് 1 gram ആണ്. അങ്ങനെയാണെങ്കിൽ 1.4 ഇൻറ്റു 2 എന്ന് പറയുമ്പം 2.8 ഇൻറ്റു 15 ഇറ്റ് ഈസ് ഈക്വൽ ടു അറിയാം 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 30 ആണ്. 2.8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 ആണെങ്കിൽ അത് 45 ആണ് വരേണ്ടത്. അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 45. റെഡി, 45% ആണ് വരേണ്ടത്. നമുക്ക് നോക്കിയാൽ ഓപ്ഷൻ 3 നമുക്ക് പിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 42%. റെഡി, ആ 0.2ന്റെ കുറവാണ് ഉണ്ടാകും. അതുപോലെ വളരെ സിമ്പിൾ ആയ ഡയറക്റ്റ് മറ്റൊരു ചോദ്യമാണ്. നോക്കി നിങ്ങൾ ഇവിടെ ഫോളോയിങ് ജൽദാൽസ് മെത്തേഡ് 1 gram ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് റിലീസ്ഡ് അമോണിയ ദാറ്റ് ന്യൂട്രലൈസ്ഡ് ബൈ 10 ml. അത് നമുക്ക് കിട്ടി. വോളിയം ഓഫ് ആസിഡ് യൂസ്ഡ് എന്ന് പറയുന്നത് 10 ml ആണ്. റെഡി, 2 മോളാർ H2SO4 ആണ്. അപ്പൊ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു H2SO4 ആയത് 2 അല്ലെ. n ഇൻറ്റു മൊളാരിറ്റി ആണല്ലോ. n 2 ആണ്. ദെൻ മൊളാരിറ്റി 2 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 4. റെഡി, the percentage of nitrogen in the compound is ആണ് ചോദിച്ചിരിക്കുന്നത്. percentage of nitrogen is equal to 1.4 into normality into volume of acid used divided by mass of organic compound. ഓർഗാനിക് കോമ്പൗണ്ട് മാസ് 1 gram ആണ്. റെഡി, അങ്ങനെയാണെങ്കിൽ 1.4 ഇൻറ്റു നോർമാലിറ്റി എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 അതായത് 4 ആണ്. വോളിയം ഓഫ് ആസിഡ് യൂസ്ഡ് 10 ml ആണ്. ഇൻറ്റു 10 ഇറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾ നോക്ക് 4 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 4 ഇൻറ്റു 1.4 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും ഇവിടെ? 14 ഇൻറ്റു 4 എന്നാൽ 5.6. 5.6 ഇൻറ്റു 10 ദാറ്റ്സ് ഈക്വൽ ടു 56%. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഒന്നും കൂടെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കാര്യങ്ങളൊന്നും വളച്ചൊടിക്കുകയാണെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്യാനുള്ള കോണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമ്മൾ മുമ്പ് ഒരു ചോദ്യമൊക്കെ ചെയ്തിരുന്നല്ലോ, വയലറ്റ് കളർ വന്നു. വയലറ്റ് കളർ വന്നാൽ അത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്താണ് അയോഡിൻ്റെ ടെസ്റ്റ് ആണെന്നുള്ളതൊക്കെ, ലെയർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. സോ ഓർഗാനിക് നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ കണ്ടാൽ ഒരുപക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നെയിമിങ്ങിലും അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യനിലൊക്കെ എല്ലാം ആൻസർ ആയിട്ട് തോന്നിയേക്കാം. കോൺസെപ്റ്റ് കൃത്യമായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടും. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. സോ നന്നായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ എക്സാമിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.